നമ്മളെ കണ്ണൂർ പുന്നാട് ഭാഗത്ത് ഒരു അടിപൊളി ബിരിയാണി സ്പോട്ടും അതുപോലെ തന്നെ ഇറച്ചിച്ചോറും അതുപോലെ തന്നെ കാട ഫ്രൈ എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട്. ഒരു മിനിറ്റ് കൊണ്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാട്ടാ. ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് അടുത്ത് ഇറച്ചിച്ചോറാട്ടാ, ബീഫിനെ കൊണ്ടുള്ള ഇറച്ചിച്ചോറ്. ഈ ഒരു ഭാഗത്തൊന്നും ഇറച്ചിച്ചോറ് കിട്ടാതുകൊണ്ട് ഇതിനെ നല്ല ഡിമാൻഡ് ആട്ടാ. ചമ്മന്തി എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ വന്നത് ബിരിയാണി ആട്ടാ. ബിരിയാണി ഇല്ലാണ്ട് ഒന്നും നടക്കൂല, നിങ്ങൾക്ക് അറിയാലോ. ഫസ്റ്റ് തന്നെ ബിരിയാണിന് പകുതി അങ്ങ് തട്ടിയട്ടാ. അതുപോലെ തന്നെ സൈഡിൽ അച്ചാറും കച്ചമ്പറും പളമ്പീരി നമ്മൾ പരിപാടി തുടങ്ങിയട്ടാ. ആദ്യം തന്നെ റൈസ് മാത്രം എടുത്ത് കഴിച്ചേട്ടാ. നല്ല ഫ്ലേവർ കേട്ടോ. അതിനുശേഷം ആ പീസും കൂടി എടുത്തിട്ട് മിക്സ് ആക്കി ഞങ്ങൾ കഴിച്ചേട്ടാ. അടിപൊളി ബിരിയാണി ആണ്, മസ്റ്റ് ട്രൈ തന്നെ പറയാട്ടോ. അതിനുശേഷം അടുത്ത കാഷ്നട്ടിന്റെ ഷേക്കും കൂടി പറഞ്ഞേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിന്റെ പേരും കൂട്ടി പിടിക്കാനായിട്ട് നമ്മളാടുന്ന് ചിക്കന്റെ കൊണ്ടാട്ടം അതുപോലെ തന്നെ ബീഫിന്റെ കൊണ്ടാട്ടം കൂടി പറഞ്ഞു കേട്ടോ. അങ്ങനെ ബീഫിന്റെയും ചിക്കന്റെയും കൊണ്ടാട്ടം മാറി മാറി ആ റൈസിലിട്ട് കഴിച്ചോണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കാട ഫ്രൈ എല്ലാം ഹൈറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെ പറയാം. ആ ചെസ്റ്റിന്നും കാലിനെല്ലാം ഓരോ പീസിലെടുത്തിട്ട് ആ നൂൽ പൊറോട്ടയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഇല്ലേ എന്റെ മോനെ വിഷയം. എന്തായാലും ഇത്രയും കഴിച്ച സ്ഥിതിക്ക് ഒരു മന്തിയും കൂടി കഴിച്ചിട്ട് പോകാന്ന് വെച്ചേട്ടാ. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, ചെസ്റ്റ് പീസ് തന്നെ ഞങ്ങൾ എടുത്തേട്ടാ. പീസും കൂടി എടുത്തിട്ട് കഴിച്ചു നോക്കി. ഈ സാധനം നൈസാണ്. അൽഫാമിന്റെ പീസിലെ നല്ല രസം ഉണ്ടായിരുന്നു. ഈ കാണുന്ന പോലെ മയോണൈസ് ഓവറായിട്ട് കഴിക്കാണ്ടിരിക്കട്ടോ. ശേഷം ആടുന്ന ഒരു ഓറഞ്ച് ജ്യൂസും കൂടി കുടിച്ചേട്ടാ. അപ്പൊ നമ്മളെ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പുന്നാടുള്ള ബർക്കാസ് ആട്ടാ. ഇപ്പൊ പുതിയതായിട്ട് ഓപ്പൺ ഏരിയ ആണ്. അപ്പൊ എല്ലാരും പോവാ, മസ്റ്റ് ട്രൈ ആക്കുവാട്ടാ. അപ്പൊ ഓക്കെ, നാളെ കാണാം.